കേരളത്തിൽ മത്സ്യലഭ്യതയിൽ വൻഇടിവ്, മീൻവരവ് കുറഞ്ഞതോടെ വില കുത്തനെ ഉയർന്നു. കടലിൽ താപനില വർദ്ധിച്ചതോടെ മത്തി ഉൾപ്പെടെയുള്ള മീനുകൾ കിട്ടാനില്ല. ചൂട് കുറഞ്ഞില്ലെങ്കിൽ മീൻവില എല്ലാവരുടെയും പോക്കറ്റ് കാലിയാക്കും. ഉച്ചയൂണിന് മീന് പ്രധാനമാണ് കേരളീയർക്ക്. മീനെന്നാൽ മീൻകറി, മീൻ വറുത്തത്, മീൻ തോരൻ, അങ്ങനെ തുടങ്ങുന്നു വിഭവങ്ങൾ. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. മീൻകറിയോ മീൻ പൊരിച്ചതോ കഴിക്കണമെങ്കിൽ കീശ കാലിയാകും. പൊള്ളുന്ന വിലയാണ് മീനിന്. മത്തിക്ക് കിലോയ്ക്ക് 240 രൂപ മുതൽ തുടങ്ങുന്നു. അയലയാകട്ടെ 320. അടുക്കാനാകാത്ത റേറ്റിൽ അയക്കൂറിയും നിൽക്കുന്നുണ്ട്. ആവോലിക്ക് 1000 തൊടാൻ ഇനി കുറച്ചു പൈസ മാത്രമാണ് ബാക്കിയുള്ളത്. പിടിവിട്ട് മീൻവില കുതിക്കുകയാണ്. സംസ്ഥാനത്തെ ചുട്ടുപൊളിച്ച് വേനൽ കടുത്തതോടെയാണ് മത്സ്യലഭ്യതയിൽ ഈ വൻഇടിവ് രേഖപ്പെടുത്തുന്നത്. അങ്ങനെ മീൻവരവ് കുത്തനെ കുറഞ്ഞു. പക്ഷേ വില കുത്തനെ ഉയർന്നു. കടലിൽ താപനില വർദ്ധിച്ചതോടെയാണ് മത്തി ഉൾപ്പെടെയുള്ള മീനുകൾ ആഴക്കടലിലേക്ക് നീങ്ങിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. കടൽ മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയെ തകർത്തെറിയുന്ന രീതിയിലാണ് ചൂട് വർദ്ധിക്കുന്നത്. ഈസ്റ്റർ, വിഷു തുടങ്ങിയ സമയങ്ങളിൽ മീൻവില ഉയർന്നു തന്നെയായിരുന്നു നിന്നത്. പക്ഷേ അവിടെ നിങ്ങോട്ട് കുറഞ്ഞിട്ടില്ല. കാലവർഷം എത്താതെ മീൻ ലഭ്യത കൂടില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികളും പറയുന്നത്. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ ഈ വേനലിൽ മീൻവില സർവകാല റെക്കോർഡിലേക്കും എത്തും. മുമ്പ് സാധാരണയായി കിട്ടിയിരുന്ന ചാളയും അയലയും ഒന്നും ഇപ്പോൾ കുറച്ചു മാത്രമാണ് ലഭിക്കുന്നതെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട്. കൂടാതെ മീൻ കിട്ടാതെ വന്നതോടെ ബോട്ടുകൾ കടലിലേക്ക് പോകുന്നതും കുറച്ചിരിക്കുകയാണ്. ഇന്ധനത്തിനായി ചെലവാക്കുന്ന പണം പോലും ഇപ്പോൾ തിരിച്ചു കിട്ടുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. എന്തായാലും സാധാരണക്കാരുടെ മീനായ മത്തിക്കുൾപ്പെടെ പോക്കറ്റ് കീറുന്ന വിലയാണ് ഇപ്പോൾ വിപണിയിലുള്ളത്. കിലോയ്ക്ക് 150 മുതൽ 275 രൂപ വരെയാണ് മത്തിയുടെ വില. ചിലയിടത്ത് ഇതിലും കൂടുതലാണ് ഈടാക്കുന്നത്. ചെറിയ മത്തിക്കാകട്ടെ പൊള്ളുന്ന വിലയാണ്. 150 രൂപയ്ക്ക് മുകളിലാണ് മത്തിയുടെ റേറ്റ്. അയലവില 250 മുതൽ 330 വരെയുണ്ട്. കിളിമീൻ 200 മുതൽ 270 രൂപ നിരക്കിലാണുള്ളത്. ചൂരയ്ക്ക് 270 രൂപയ്ക്ക് മുകളിലും പോകും. കേരമീനാകട്ടെ 360 മുകളിലാണ് വിലയുള്ളത്. ചൂട് ഇതേ രീതിയിൽ തുടർന്നാൽ വില ഇനിയും റെക്കോർഡ് ഉയരത്തിലേക്ക് പോകുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. ഒമാനിൽ നിന്നടക്കം മുൻ വർഷങ്ങളിൽ വ്യാപകമായി മീൻ എത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ യുദ്ധ സാഹചര്യമായതുകൊണ്ട് ഗൾഫ് മീൻ വരവ് കുറവാണെന്നും തൊഴിലാളികൾ പറയുന്നുണ്ട്. അതേസമയം സംസ്ഥാനത്തെ മത്സ്യലഭ്യത കുറഞ്ഞതോടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗുണമേന്മ കുറഞ്ഞ മീനിന്റെ വരവ് വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കേരളത്തിലേക്ക് മാസങ്ങൾക്ക് മുമ്പ് പിടിച്ച മീനുകളാണ് ഇത്തരത്തിലെത്തുന്നതെന്നും റിപ്പോർട്ടുകൾ വരുന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന ശക്തമാക്കിയില്ലെങ്കിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ആശങ്കയുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.